പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 3ാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. വക്രോക്തി സിദ്ധാന്തം വിശദീകരിക്കുക. വക്രോക്തി ജീവിതം എന്ന ഭ്രമണ പദത്തിലൂടെ വ്യക്തമായി വക്രോക്തിയെ പ്രതിഷ്ഠിച്ച ആചാര്യനായിരുന്നു കുന്തകൻ. കാവ്യാത്മാവ് വക്രോക്തിയാണെന്ന് കുന്തകൻ പറയുന്നു. വക്രോക്തി ജീവിതമാണ് കുന്തകൻ്റെ സാഹിത്യ ശാസ്ത്ര ഗ്രന്ഥം. ഭട്ടനായകൻ, മഹിമഭട്ടൻ എന്നിവരെ പോലെ ആനന്ദവർദ്ധനൻ്റെ ധ്വനി സിദ്ധാന്തത്തിൻ്റെ ശക്തനായ നിഷേധാവായിരുന്നു കുന്തകൻ. പ്രസിദ്ധമായ വാച്യവാചക പ്രസ്താവങ്ങളിൽ നിന്നും വ്യതിരക്തവും അലങ്കൃതവുമായ വാച്യമായാണ് ആചാര്യൻ വക്രോക്തിയെ കാണുന്നത്. വാച്യവാചക പ്രസ്താവങ്ങളിൽ നിന്ന് വ്യതിരക്തവും അലങ്കൃതവുമായ വാച്യമായിട്ടാണ് വക്രോക്തിയെ കുന്തകൻ കണ്ടത്. സാഹിത്യത്തിന് സഹൃദയന്മാരെ ആഹ്ലാദിപ്പിക്കാൻ കഴിയണമെന്നാണ് കുന്തകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ശബ്ദാർത്ഥൗ സഹിതൗ കവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം തദിത് ആഹ്ലാദകാരിണി. വക്രകവി വ്യാപാരത്തോടെ ഹൃദയാഹ്ലാദകമായ ശബ്ദാർത്ഥങ്ങളുടെ രചനാബന്ധമാണ് സാഹിത്യമെന്നത്. സാഹിത്യം സഹൃദയന്മാരെ ആഹ്ലാദിപ്പിക്കുന്നതായിരിക്കണം. അതിനുതകുന്ന വിധത്തിൽ ശബ്ദാർത്ഥങ്ങളുടെ അനുരഞ്ജനം സാഹിത്യത്തിൽ ഉണ്ടായിരിക്കണം. സാഹിത്യത്തിൻ്റെ മാധ്യമം ഭാഷയാണ്. ഭാഷയിൽ ശബ്ദാർത്ഥങ്ങൾ ചേർന്നാണ് ഇരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് കുന്തകൻ ശബ്ദാർത്ഥങ്ങളുടെ സഹിത എന്ന് വിശദീകരിക്കുന്നത്? ചിലരുടെ പക്ഷത്തിൽ സൗന്ദര്യാത്മകമായ ശബ്ദമാണ് സാഹിത്യം. സൗന്ദര്യാത്മകമായ ശബ്ദമാണ് സാഹിത്യം. കുന്തകൻ്റെ അഭിപ്രായത്തിൽ ഹൃദയാഹ്ലാദകമായ ശബ്ദാർത്ഥങ്ങളുടെ രചനാബന്ധമാണ് സാഹിത്യമെന്നത്. ഹൃദയാഹ്ലാദകമായ ശബ്ദാർത്ഥങ്ങളുടെ രചനാബന്ധമാണ് സാഹിത്യം. ഒന്നുകൂടി പറഞ്ഞാൽ, വക്രമായ കവി വ്യാപാരത്താൽ ശോഭിക്കുന്നതും ഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നതുമായതാണ് കാവ്യം. വക്രമായ കവി വ്യാപാരത്താൽ ശോഭിക്കുന്നതും ഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നതുമായതാണ് കാവ്യം. കുന്തകൻ വക്രോക്തിയെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈദഗ്ധ ഭംഗി ഭണിതി. കവികർമ്മ കൗശലം കൊണ്ട് സൗന്ദര്യ പൊലിമയുണ്ടാക്കുന്ന ആവിഷ്കാരമാണ് വൈദഗ്ധ ഭംഗി ഭണിതി എന്നത്. കവികർമ്മ കൗശലം കൊണ്ട് സൗന്ദര്യ പൊലിമയുണ്ടാക്കുന്ന ആവിഷ്കാരം. അപ്പോൾ വൈദഗ്ധ്യം എന്നാൽ ഇവിടെ കവി കർമ്മ കൗശലം. വക്രോക്തി 6 വിധമുണ്ട്. വർണ്ണവിന്യാസ വക്രത, പദപൂർവാർദ്ധ വക്രത, പ്രത്യയ വക്രത, വാക്യവക്രത, പ്രകരണ വക്രത, പ്രബന്ധ വക്രത എന്നിങ്ങനെ. വർണ്ണവിന്യാസ വക്രത എന്താണെന്ന് നോക്കാം. 1, 2, 3 വർണ്ണങ്ങൾ അല്പം അന്തരത്തോടെ ആവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചാരുതയാണിത്. 1, 2, 3 വർണ്ണങ്ങൾ അല്പം അന്തരത്തോടെ ആവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചാരുത അല്ലെങ്കിൽ മനോഹാരിതയാണ്. അലങ്കാരങ്ങളിലെ അനുപ്രാസം തന്നെയാണിത്. ഇവിടുത്തെ ശബ്ദ സൗഭാഗ്യം കേവലം ഇന്ദ്രജാല പ്രകടമാകരുതെന്ന് കുന്തകൻ പറയുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ മനസ്സിനിയിലെ പ്രഭാത വർണ്ണനയായ നീലാരണ്യ നിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ എന്ന് തുടങ്ങുന്ന പ്രഭാത വർണ്ണന വർണ്ണവിന്യാസ വക്രതയ്ക്ക് ഉദാഹരണമാണ്. ദണ്ഡകങ്ങളിൽ കാണുന്നതും വർണ്ണവിന്യാസ വക്രതയാണ്. പദപൂർവാർദ്ധ വക്രത, ഇതിന് പ്രകൃതി വക്രത എന്നൊരു പേര് കൂടിയുണ്ട്. പദപ്രയോഗത്തിലെ വൈചിത്ര്യമാണിത്. പദപൂർവാർദ്ധം എന്നതുകൊണ്ട് പദത്തിലെ പ്രകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. നാമം, ക്രിയ എന്നിവയാണ് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. രൂഢി, പര്യായം, ഉപചാരം, വിശേഷണം, സമൃദ്ധി, വൃത്തി, ഭാവം, ലിംഗം, ക്രിയ എന്നിവയെ അടിസ്ഥാനമാക്കി പദപൂർവാർദ്ധ വക്രതയ്ക്ക്
വീണ്ടും വീണ്ടും വിഭാഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പദപൂർവാർദ്ധ വക്രതയ്ക്ക് കുന്തകൻ 9 വിഭാഗങ്ങളാണ് പറയുന്നത്. ഉദാഹരണം, വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന കവിതയിൽ ഗണപതിയും പരശുരാമനും തമ്മിലുള്ള പോരിനൊടുവിൽ കവി പരശുരാമൻ്റെതായി പറയുന്നുണ്ട്: ചി വക്രവൃത്തി തുടങ്ങുന്നത് രാമനോടോ എന്നൊരു വാക്യം. ഈ വാക്യത്തിൽ രാമൻ എന്ന പ്രകൃതി പദത്തിന് സാധാരണ പരശുരാമനിൽ കവിഞ്ഞ് 21 പ്രാവശ്യം ക്ഷത്രിയ നിഗ്രഹം കഴിച്ചവൻ, കാർത്തിവീര്യാർജുനനെ വധിച്ചവൻ, പരമശിവനിൽ നിന്ന് വെൺമഴു വാങ്ങിയവൻ എന്നിങ്ങനെയുള്ള ധ്വനി കൂടെ ലഭിക്കുന്നുണ്ട്. രാമൻ എന്ന പദത്തിൻ്റെ ഉറപ്പിച്ചു പറച്ചിൽ നിന്നാണ് ഇത്. മൂന്നാമത്തേത് പ്രത്യയ വക്രത. പ്രത്യയങ്ങളെ ആശ്രയിച്ച് കവിതയ്ക്ക് വൈചിത്ര്യം വരുത്തുന്നു. ഇതിന് പരാർദ്ധ വക്രത എന്നൊരു പേരുണ്ട്. പ്രത്യയങ്ങളെ ആശ്രയിച്ച് കവിതയ്ക്ക് വൈചിത്ര്യം വരുത്തുന്ന ഇതാണ്: കാലം, കാരകം, സംഖ്യ, പുരുഷൻ, ഉപഗ്രഹം മുതലായവയെ അടിസ്ഥാനമാക്കി പ്രത്യയവക്രതയ്ക്ക് അവാന്തര വിഭാഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, കാലം, കാരകം, സംഖ്യ, പുരുഷൻ, ഉപഗ്രഹം മുതലായവയെ അടിസ്ഥാനമാക്കി വീണ്ടും വിഭാഗങ്ങൾ പ്രത്യയവക്രതയ്ക്ക് ഉണ്ട്. നാലാമത്തേത് വാക്യവക്രതയാണ്. വസ്തുവിനെ ഹൃദ്യമായി വർണ്ണിക്കുന്നതാണ് വാക്യവക്രത. വസ്തുവിനെ ഹൃദ്യമായി വർണ്ണിക്കുന്നത്. അലങ്കാരങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രസവത് ദീപകം, രൂപകം, അപ്രസ്തുത പ്രശംസ, പര്യായോക്തം, വ്യാജസ്തുതി, ഉൽപ്രേക്ഷ, അതിശയോക്തി, ഉപമ, ശ്ലേഷം, വ്യതിരേകം, വിരോധം, ദൃഷ്ടാന്തം, അർത്ഥാന്തരന്യാസം, ആക്ഷേപം, വിഭാവന, സസന്ദേഹം, അപന്യുതി, സംസൃഷ്ടി, സങ്കരം എന്നീ അലങ്കാരങ്ങളെ കുന്തകൻ ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് പ്രകരണ വക്രതയാണ്. ഒരു കൃതിയുടെ സവിശേഷ സന്ദർഭത്തെയാണ് പ്രകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കൃതിയുടെ സവിശേഷമായ സന്ദർഭം. കാവ്യത്തിൻ്റെ രസോത്കർഷത്തിന് ചില പ്രകരണങ്ങൾ അഥവാ അവാന്തര കഥകൾ ചേർക്കുന്നതാണിത്. കാവ്യത്തിൻ്റെ രസം വർദ്ധിപ്പിക്കാനായിട്ട് ചില പ്രകരണങ്ങൾ അഥവാ അവാന്തര കഥകൾ ചേർക്കുന്നു. ശാകുന്തളത്തിലെ ദുർവാസാവിൻ്റെ ശാപകഥ ഇതിന് ഉദാഹരണമാണ്. ഇത് 9 വിധത്തിൽ വരാമെന്ന് കുന്തകൻ പറയുന്നു. ആറാമത്തേത് പ്രബന്ധ വക്രത. നാടകം, മഹാകാവ്യം, ഖണ്ഡകാവ്യം തുടങ്ങിയ സമഗ്ര കാവ്യം എന്ന അർത്ഥത്തിലാണ് പ്രബന്ധ പ്രയോഗം. കൃതി മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വൈചിത്ര്യമാണിത്. മൂലകൃതിയിലെ അങ്കിരസം മാറ്റി മറ്റൊന്ന് പ്രതിഷ്ഠിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. വേണി സംഹാര നാടകത്തിൽ മഹാഭാരതത്തിലെ ശാന്തരസത്തിന് പകരം വിരരസം ആവിഷ്കരിച്ചിരിക്കുന്നു. MT വാസുദേവൻ നായർ 2-ാം ഊഴത്തിൽ മഹാഭാരതത്തിലെ രസത്തിൽ നിന്ന് ഭിന്നമായി ഭീമസേനനെ പ്രധാന കഥാപാത്രമാക്കിയും കൃതിക്ക് 2-ാം ഊഴം എന്ന് പേരിട്ടതും പ്രബന്ധ വക്രതയാണ്. അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, O. വിജയൻ്റെ ഗുരുസാഗരം, പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ വൈലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം തുടങ്ങിയ രചനകളുടെ ശീർഷകവും ഇതിവൃത്തവുമായുള്ള യോജിപ്പ് മനോഹരം തന്നെ. ഭാഷാവൃത്തങ്ങളുടെ സവിശേഷതകൾ. മലയാളം ദ്രാവിഡ ഭാഷയായതിനാൽ അതിലെ സ്വന്തമായ കവിതാരീതി തമിഴിലുള്ളതുപോലെയാണ്. വൃത്തശാസ്ത്ര വിഷയത്തിൽ തമിഴിനും സംസ്കൃതത്തിനും വളരെ വ്യത്യാസങ്ങൾ കാണാം. സംസ്കൃതത്തിൽ പദ്യത്തിൻ്റെ ഒരു ഏകകം യൂണിറ്റ് 2 അർത്ഥങ്ങളായി പിരിയുന്ന 4 വരി ശ്ലോകങ്ങളാണ്. സംസ്കൃതത്തിൽ 4 വരി ശ്ലോകങ്ങളാണ്. എന്നാൽ തമിഴിൽ 2 പാദം ചേർന്ന ഒരു ഇരടിയാണ് ശ്ലോകത്തിന് പകരം. സംസ്കൃതത്തിലാകട്ടെ 4 പാദങ്ങൾ ചേർന്നിട്ടുള്ള ശ്ലോകങ്ങളാണ്. എന്നാൽ തമിഴിലും മലയാളത്തിലും കൂടുതലുമായി കാണുന്നത് 2 വരികൾ അല്ലെങ്കിൽ ഈരടിയാണ് കാണുന്നത്. ശ്ലോകത്തിൽ എന്നതുപോലെ ഈരടിയിൽ അന്വയം പൂർണ്ണമാകണമെന്ന് നിർബന്ധമില്ല. ഒരു പാദം തന്നെ ഒരു യതി മുറിയുന്നിടത്ത് നിന്ന് പോയി എന്നും വരാവുന്നതാണ്. ആയതിനാൽ ഈരടി ശ്ലോകം പോലെ പരിപൂർണമായ വസ്തുവല്ല. തമിഴിൽ സംസ്കൃതത്തിൽ എന്ന പോലെ ഗുരു ലഘു നിയമമോ മാത്രാ നിയമമോ അക്ഷര നിയമമോ അല്ല, അശക്കണക്കാണ് ഉള്ളത്. അശകളെ കൊണ്ടാണ് തമിഴിൽ ഗണമുണ്ടാക്കുന്നത്.
എന്നാൽ മലയാളത്തിൽ വർണ്ണ നിയമമോ മാത്രാ നിയമമോ രണ്ടിലൊന്ന് ഒരു വിധത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂത്രത്തിൽ പ്രായേണ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഭാഷാവൃത്തങ്ങൾ തമിഴ് രീതിയെ മുഖ്യമായി അനുസരിക്കുന്നതും രണ്ട് പാട്ടുകളായിട്ട് പാടാനുള്ള അംശത്തിലുമാകുന്നു. ഭാഷാവൃത്തങ്ങൾക്ക് ഇത്ര അടി ഒരു ശീലെന്ന് ക്ലിപ്തമില്ല. അന്വയം നിർത്തുന്നതും എവിടെയെങ്കിലും ആകാം. ഈ ശീലുകൾ ധാരം മുറിയാതെ ഒഴുകുന്നു. പാടാനുള്ള സൗകര്യമാണ് ഭാഷാവൃത്തത്തിൽ നോക്കുന്നത്. സംസ്കൃതത്തിലെ പോലെ ഗുരു ലഘു നിയമങ്ങളെ അധികം ഗണിക്കാനാവുകയില്ല. കിളിപ്പാട്ട് വൃത്തങ്ങൾ താളമിട്ട് പാടുന്നതിനാൽ അതിൽ അക്ഷരനിയമം കാണുന്നുണ്ട്. തുള്ളൽ പാട്ടുകളിലും മറ്റും അതുപോലെ മാത്രാ നിയമമാണ് കാണുന്നത്. ലഘുവിനെ പാടുമ്പോൾ നീട്ടി ഗുരുവാക്കാം. എന്നാൽ ദീർഘത്തെ പാടി കുറുക്കാമെങ്കിലും അത് സർവ്വസാധാരണമായി കാണുന്നില്ല. ഭാഷാവൃത്തങ്ങളെല്ലാം ഗാനാത്മകങ്ങളാണ്. അവ മിക്കതും മാത്രാ പ്രധാനമായ വൃത്തങ്ങളാണ്. സംസ്കൃത വൃത്തങ്ങൾ ഏറിയ കൂറും ഗണവൃത്തങ്ങളും ബാക്കിയുള്ളവ മാത്രാവൃത്തങ്ങളുമാണ്. സംസ്കൃതത്തിൽ 8 ഗണങ്ങളും ഓരോ ഗണത്തിനും 3 അക്ഷരവുമാണ് ഉള്ളത്. ഓരോ ഗണത്തിനും പേരുണ്ട്. എന്നാൽ മലയാളത്തിൽ അക്ഷരക്കണക്കും മാത്രാക്കണക്കും ഓരോ ഗണത്തിനും വെവ്വേറെയാണ്. അനുമാന സിദ്ധാന്തം എന്തെന്ന് വിശദീകരിക്കുക. ധ്വനി സിദ്ധാന്തത്തെ നിരസിച്ച സുപ്രധാനമായ കാവ്യ പദ്ധതിയാണ് അനുമാന സിദ്ധാന്തം. ധ്വനി സിദ്ധാന്തത്തെ നിരസിച്ച സുപ്രധാനമായ കാവ്യ പദ്ധതി. മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തം വ്യക്തിവിവേകം എന്ന കൃതിയിലാണ് പരാമർശിക്കുന്നത്. ഭട്ടനായകൻ്റെ ഭുക്തിവാദം, കുന്തകൻ്റെ വക്രോക്തി എന്നിവ കഴിഞ്ഞാൽ ആനന്ദവർദ്ധനന് ഏറ്റവും പ്രതിരോധം തീർത്ത കാവ്യ പദ്ധതി അനുമാന സിദ്ധാന്തമായിരുന്നു. ആനന്ദവർദ്ധനനെ പോലെ കാശ്മീരുകാരനായിരുന്നു വ്യക്തിവിവേകത്തിൻ്റെ കർത്താവായ മഹിമഭട്ടൻ. 3 ഭാഗങ്ങളായിട്ടാണ് വ്യക്തിവിവേകം തിരിച്ചിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ ആനന്ദവർദ്ധനൻ്റെ ധ്വനി നിർവചന കാരികയുടെ വിമർശനമാണ്. രണ്ടാം ഭാഗത്തിൽ ധ്വനിക്ക് നൽകിയ ഉദാഹരണത്തിലെ കാവ്യദോഷങ്ങൾ വിശദമാക്കുന്നു. മൂന്നാം ഭാഗത്തിലാകട്ടെ ധ്വനികാരൻ നൽകുന്ന ഉദാഹരണത്തിലെ ധ്വനി നിഷേധിച്ച് അനുമാനത്തെ സമർത്ഥിക്കുന്നു. രസം ആത്മാവായ കാവ്യമാണ് പ്രധാനമെന്ന് മഹിമഭട്ടനും സമ്മതിക്കുന്നു. എന്നാൽ അത് ധ്വനിക്കുകയല്ല, അനുമാനിക്കപ്പെടുകയാണ് എന്നതാണ് മഹിമഭട്ടൻ്റെ പക്ഷം. ഒന്നുകൂടി പറഞ്ഞാൽ, രസം ആത്മാവായ കാവ്യം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ അത് ധ്വനിക്കുകയല്ല, അനുമാനിക്കപ്പെടുകയാണ്. ധ്വനികാരൻ്റെ പ്രതീയമാനതയെയും കാവ്യവിശേഷത്തെയുമെല്ലാം മഹിമഭട്ടൻ രൂക്ഷമായി ഉപഹസിക്കുന്നുണ്ട്. വാച്യശക്തി കൊണ്ട് അനുമേയാർത്ഥത്തെ പ്രധാനമായോ അപ്രധാനമായോ സ്ഫുടമാക്കുന്നതെന്തോ അതാണ് കാവ്യമെന്ന് അദ്ദേഹം പറയുന്നു. വാച്യശക്തി കൊണ്ട് അനുമേയാർത്ഥത്തെ പ്രധാനമായോ അപ്രധാനമായോ സ്ഫുടമാക്കുന്നതെന്തോ അതാണ് കാവ്യം. തർക്കശാസ്ത്രത്തിലെ അനുമാനത്തെയാണ് കാവ്യശാസ്ത്രത്തിൽ അനുമാന സിദ്ധാന്തമാക്കി മഹിമഭട്ടൻ മാറ്റിയത്. എല്ലാം അനുമാനത്തിലടങ്ങുന്നു എന്ന ഊഹമാണ് അനുമാനം. എല്ലാം അനുമാനത്തിലടങ്ങുന്നു എന്ന ഊഹമാണ് അനുമാനം. ശബ്ദത്തിന് അഭിധ അല്ലെങ്കിൽ വാച്യാർത്ഥം എന്ന ഒരു വ്യാപാരമേയുള്ളൂ. പിന്നീടുള്ളതെല്ലാം അനുമാനമാണ്. അതിനാൽ ശബ്ദത്തെ വാച്യവും അനുമേയവുമെന്ന് രണ്ടായി തിരിക്കാം. പദം, വാക്യം എന്നിവയെല്ലാം ഈ സ്വഭാവം അടങ്ങുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ പ്രധാനമായത് വാച്യമാണ്. വാച്യത്തിൽ നിന്നും ഗൗണത്തിൽ നിന്നുമാണ് അനുമേയാർത്ഥം ജനിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഒരിടത്തുണ്ടായാൽ മറ്റേ വസ്തുവും അവിടെ തന്നെ ഉണ്ട് എന്ന് ഊഹിക്കുന്നതാണ് അനുമാനം. ഏതെങ്കിലും ഒരു വസ്തു ഒരിടത്തുണ്ടെന്നറിഞ്ഞാൽ മറ്റേ വസ്തുവും അവിടെ തന്നെ ഉണ്ടെന്ന് ഊഹിക്കുന്നത് അനുമാനം. വാച്യമോ അനുമിതമോ ആയ അർത്ഥം ഏതെങ്കിലും സംബന്ധം കൊണ്ട് മറ്റൊരർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനെയാണ് കാവ്യാനുമിതി എന്ന് പറയുന്നത്. അനുമാനാർത്ഥം വസ്തു, അലങ്കാരം, രസാദികൾ എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ധ്വനിതാർത്ഥം എന്നതിന് പകരം
അനുമാനാർത്ഥം എന്നൊരു പദത്തെയാണ് മഹിമഭട്ടൻ പ്രതിഷ്ഠിച്ചത്. ആനന്ദവർദ്ധനന്റെ ധ്വനി സിദ്ധാന്തത്തെ ക്രോഡീകരിച്ച് സ്വമതം സ്ഥാപിക്കാൻ നോക്കുകയായിരുന്നു മഹിമഭട്ടൻ. ഉറച്ചുപോയ ഒരു വലിയ സാഹിത്യ സിദ്ധാന്തത്തെ ശക്തിയായി എതിർത്തു എന്ന സാഹിത്യപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നതിനപ്പുറമൊന്നും സ്വാധീനം ചെലുത്താൻ മഹിമഭട്ടന്റെ അനുമാന സിദ്ധാന്തത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. കുട്ടിക്കൃഷ്ണമാരാരുടെ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ അടിത്തറ അനുമാന സിദ്ധാന്തമാണ്. പുകയുള്ളിടത്തെല്ലാം തീയുണ്ടാകണം, വിളക്കുള്ളിടത്ത് പ്രകാശമുണ്ടാവണം, കരയുന്നവന് വ്യസനമുണ്ടാകണം, ഇങ്ങനെയുള്ള ഊഹിക്കലാണ് അനുമാനം എന്നത്. ചുരുക്കി പറഞ്ഞാൽ മഹിമഭട്ടന്റെ അനുമാന സിദ്ധാന്തത്തിന്റെ സാരം ഇതാണ്. ശബ്ദത്തിന് അഭിധ എന്നൊരു വ്യാപാരം മാത്രമേയുള്ളൂ. അർത്ഥം രണ്ടു വിധം: വാച്യം, അനുമേയം. പ്രതീകമാനമെന്ന് ധ്വനിവാദികൾ പറയുന്ന അർത്ഥം അനുമേയമാണ്. കാവ്യാത്മാവ് രസം തന്നെ, പക്ഷേ രസം അനുമേയമാണെന്നു മാത്രം. പിൽക്കാല സാഹിത്യവാദികളിൽ പലരും അനുമാനത്തെ വെറും അലങ്കാരങ്ങളുടെ സ്ഥാനത്തിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭാഷാഭൂഷണത്തിൽ AR രാജരാജവർമ്മ സാധനം കൊണ്ട് സാധ്യത്തെ ഊഹിപ്പതനുമാനം എന്ന് അനുമാനത്തിന് ലക്ഷണം നൽകിയിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.